തിരുവനന്തപുരത്തെ തീരദേശ മനസ്സ് ആരോടൊപ്പം? മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നതായും പള്ളികൾ തകർക്കുന്നതായും വ്യാപകമായ പ്രചാരണം തീരദേശ മേഖലയിൽ നടക്കുന്നതായി കാണാൻ കഴിയുന്നു. തങ്ങളുടെ ജീവിതം ദുരിതത്തിലാകും, പള്ളികൾ തകർക്കപ്പെടും എന്ന ആശങ്ക പലരും പങ്കുവയ്ക്കുന്നു. ഓസ്ട്രേലിയയിൽ ഒരു കാരണവശാലും BJP കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം സ്ഥലത്തിന് പേർത്തൊന്ന് മണിപ്പൂർ, പിന്നെ മൂന്നാമത്തെ കാര്യം ഇളവിന് കിട്ടൂലെന്ന് പറയാൻ കാര്യം വിഴിഞ്ഞത്തിൻ്റെ ആർഭരണം കുറിച്ച്. അതുകൊണ്ട് ഓസ്ട്രേലിയ ക്രിസ്ത്യൻ വോട്ടുകളൊന്നും ഇവർക്ക് പോകാൻ ചാൻസ് കുറവാണ്. പൊതുവെ BJP കിട്ടത്തില്ല മണിപ്പൂരും. പിന്നെ ഇപ്പോഴത്തെ ഞാൻ തന്നെ മെനഞ്ഞാന്നൊരു വീഡിയോ ഉണ്ട്, കർണാടക അവിടെയാണെന്ന് തോന്നുന്നു, ഒരു ക്രിസ്ത്യൻ സ്കൂളിനകത്ത് RSSകാരന്മാരെ കാണുന്ന പ്രോഗ്രത്തിനാണ്, ഭയങ്കര ചിട്ടത്തിനാണ് കാണിക്കുന്നത്. അവരെ മതം സ്വീകരിച്ചോട്ടെ, ഇവരെന്തിനാണ് ഈ സ്വരൂപങ്ങളും മറ്റുള്ള രീതിയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ മോശമല്ലേ? മാർക്കൊന്നും ഞങ്ങൾ വോട്ട് കൊടുക്കത്തില്ല. നാളെ ഞങ്ങളുടെ അവസ്ഥ ഇതുപോലെ പള്ളി പാതിരി ഇല്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് പള്ളി വേണം. നരേന്ദ്രമോദി കയറിയാൽ ഞങ്ങൾക്കിവിടെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കൈപ്പത്തിക്കല്ല വോട്ട് കൊടുക്കും. ശശി തരൂരിനെ ഒരു പ്രാവശ്യം ജയിപ്പിച്ച് നോക്കാം. അയാൾ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ അടുത്ത ആൾ കയറുമ്പോൾ അവർക്ക് കൊടുക്കും. ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ നോക്കട്ടെ, ഇനി ഈ ഒരു പ്രാവശ്യം അവർക്കൊരു ചാൻസ് കൊടുക്കാം. പറയാൻ പറ്റാത്ത ആളുകളാണ് ജയിക്കുന്നത്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആൾ ജയിക്കില്ല, അല്ലാത്തവരാണ് ജയിക്കുന്നത്. അവിടെ പോകുമ്പോൾ ആർക്കാണ് ഇവിടെ പിന്നെ അവിടെ നിയമസഭ, അവിടെയല്ലേ നിയമസഭ, പാർലമെന്റ് കേന്ദ്രത്ത് ഭരിക്കാൻ ആർക്കാണ് അർഹത ഉണ്ടോ അവർക്ക് അന്നേരം അവിടെ തോന്നി എനിക്ക് അന്നേരം ഇട്ട് കൊടുക്കും. തേങ്ങോച്ചരക്ക് അന്നേരം ഇട്ട് കൊടുക്കും. അവരവിടെ ഭരിക്കുന്ന ഒരു സ്ട്രോങ് ആയിരിക്കണം. അവർ സ്ട്രോങ് ആയി ഇപ്പൊ വ്യക്തമായിട്ട് ഒരു മറുപടി പറയാൻ പറ്റത്തില്ല. 15 വർഷം MP ആയിരുന്ന ശശി തരൂർ മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും, ഒരിക്കൽ കൂടി അവസരം നൽകും എന്ന് പറയാനുള്ള മാനസിക അവസ്ഥയിലാണ് ചിലർ. 15 വർഷം തരൂർ ഭരിച്ചു, നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? ഇവിടെ ആർക്കും എന്ത് ചെയ്തു? അവർ മാത്രമൊന്നല്ല, ഏത് പാർട്ടി ചെയ്തല്ലേ. അതെ, ഒരു പ്രയോജനവും. നമ്മൾ ജോലി ചെയ്ത് തന്നെ നമ്മൾ കഴിഞ്ഞു. ഇവിടെ അഥവാ എന്തെങ്കിലുമൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവർ അനുഭവിച്ചെങ്കിൽ അത് ഈ ചെറിയ ചെറിയ നേതാക്കന്മാർ നമ്മളെ പറ്റി ചെയ്യും. ആര് ജയിച്ചാലും തങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ്. ഏറെക്കാലം കടലാക്രമണ ഭീതിയിലും അതേ തുടർന്നുള്ള അറുതിയിലും കഴിയുന്ന തീരദേശക്കാർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ സ്ഥാനാർത്ഥികളെല്ലാം ഒറ്റക്കെട്ടാണ്. നിഷ്പക്ഷമതികൾ ഇലക്ഷനെ ഇങ്ങനെ വിലയിരുത്തുന്നു. എന്നാൽ വ്യത്യസ്ത പാർട്ടികളിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടർ പുതിയൊരു മാറ്റം അനിവാര്യമാണെന്ന് കരുതുന്നു. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആൾക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചാൽ മാറ്റത്തിൻ്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് രാജീവ് ചന്ദ്രശേഖർ തീർത്തും അനുയോജ്യനായ പ്രാപ്തനായ സ്ഥാനാർത്ഥിയാണെന്നവർ ചന്ദ്രശേഖർ ജയിക്കണം. ചന്ദ്രശേഖർ നമുക്ക് അറിഞ്ഞൂടാത്തൊരു വ്യക്തിയാണ് ചന്ദ്രശേഖർ. അറിഞ്ഞ വ്യക്തിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയം വെച്ച് നോക്കിയാൽ ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ടൊക്കെ ഇരുന്ന ആളാണ്. ഇവിടുത്തെ രാഷ്ട്രീയം ശരിയല്ല. പിണറായിയുടെ ആയിരുന്നാലും ഇവിടുന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യം 19 MP അയച്ചു കേരളത്തിൽ. 19 പേരുണ്ട് അയച്ചു. ഈ 19 പേരിൽ കണ്ട ഈ കടപ്പുറങ്ങൾ കിടക്കുന്നത് 3 പ്രാവശ്യമായി ശശി തരൂരിനെ ജയിപ്പിച്ചു. 15 വർഷം. ഒരു കടപ്പുറത്തുകാർക്ക് ഒരു മത്സ്യത്തൊഴിലാളികൾക്കെന്ന് പറഞ്ഞ് ഒരു ആനുകൂല്യവും. അങ്ങനെ ഇവിടുത്തെ കുറച്ച് ജനങ്ങൾ വിചാരിച്ച് ഈ പ്രാവശ്യം വോട്ട് മാറ്റി ചെയ്യണം.
പക്ഷെ എന്നാലും മണിപ്പൂർ സംഭവമൊക്കെ നമ്മുടെ മുമ്പിൽ മണിപ്പൂരൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഞങ്ങളുടെ അച്ഛന്മാർ പറഞ്ഞു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനാണ് കൂടുതൽ സാധ്യത. ഞങ്ങൾ കുറച്ച് ആൾക്കാർ, കുറച്ച് പുതിയ പിള്ളേരിറങ്ങി, അതെ 18 വയസ്സ് കഴിഞ്ഞ പിള്ളേർ, കുറച്ച് പിള്ളേരൊക്കെ എല്ലാം CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ആൾക്കാരായിരുന്നു. അവരെല്ലാം ഇപ്പം മാറി. അതെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ആൾക്കാർ അല്ലേ? ഒരു MP ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോകണം, ഒരു ആൾ. അത് ചിലപ്പം ആറ്റിങ്ങലോ കണ്ണൂരോ തിരുവനന്തപുരത്തു നിന്നോ ആരെങ്കിലും ഒരാൾ ജയിക്കണം. ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നാലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറയാനും പിടിക്കാനും പറ്റും. അതെ അതെ. ഈ പോയ ആൾക്കാരൊന്നും നമ്മുടെ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല, ഒന്നും ഒരു വകയും ചെയ്തില്ല. ഈ 15 വർഷം ഭരിച്ചു. ഞങ്ങളുടെ പാലം കിടക്കുന്നുണ്ട്. അതെ അതെ. പാലം കിടന്ന് ഈ കളപ്പുറം കിടക്കുന്നുണ്ട്. അതെ. ഇവിടെ എന്ത് ചെയ്യാതെന്ന് പറഞ്ഞാൽ കിഴക്കാൻ പോലും ഇതുവരെയ്ക്ക് ആരും വന്നിട്ട്. 10 ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ 10,000-15,000 പേര് ഈ പാലത്തിൽ കൂടി ജോലിക്ക് പോയി വല്ല ഉപജീവിതം നടത്തുന്നതാണ്. ഇപ്പം അതിലുള്ള എല്ലാം പട്ടിണിയായി. ഇതാ കണ്ടില്ലേ ഈ വള്ളങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്, പണിക്കൊക്കെ പോകാതെയും മീനില്ലാതെയും. തീരദേശം ശരിക്കും പറഞ്ഞാൽ ദുരിതത്തിലാണ്. ദുരിതത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ കയറി, ഇവിടെ എപ്പോഴും കടൽ കയറും. ഒരുപാട് വീടുകൾ പോയി. എന്താണെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ പോലെ. നഷ്ടപരിഹാരമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ? നഷ്ടപരിഹാരവും കിട്ടിയില്ല. ഫ്ലാറ്റ് കിട്ടുന്നെന്ന് പറഞ്ഞു. മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ ഇതിനെല്ലാം നമുക്കൊരു പരിഹാരം കാണും അല്ലേ? 20 MP-മാരിൽ ഒരാൾ എന്തായിരുന്നാലും BJP-യുടെ ഒരാൾ വരണം. കാര്യം കേന്ദ്രം അയാളെ മോദിയെ ഭരിക്കുള്ളൂ എന്ന് വിശ്വാസമുണ്ട് എനിക്ക്. അയാളെ കഴിഞ്ഞ് പിന്നെ കേന്ദ്രത്തിൽ ആരും വരില്ല, വന്നാലും ഭരണം നിൽക്കില്ല. വേറെ ആര് ജയിച്ചു പോയാലും ഒന്നും ചെയ്യാനും കഴിയില്ല. വേറെ ആര് ജയിച്ചു പോയാലും അവർ ഈ പറഞ്ഞ കണക്ക് സഭ കൂടുമ്പോൾ കയറിയിരിക്കും, ഉടനെ ഇറങ്ങി വരും, തീർന്നായി. സംസാരിക്കാനായിട്ടോ എന്താ അതിനുള്ള ഒരു വയസ്സില്ല. പക്ഷേ BJP ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ള അങ്ങനെ ഒരു വർഗീയതയില്ല. ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. ഞങ്ങളും പോയൊക്കെ അടിച്ചിട്ടുണ്ട് മുട്ടത്ര BJP-ക്കെതിരായിട്ട്. ഇപ്പോഴങ്ങനെ ഒന്നുമില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എവിടെയും പോകാൻ വരാം. ഒരു ഇത് BJP എന്ന് പറഞ്ഞ RSS എന്ന് പറഞ്ഞ ഒരു ആൾക്കാരെ ഇവിടെ തല പൊങ്ങിയിട്ടില്ല. അവരൊരു അക്രമ രീതിയിലേക്കൊന്നും അവർ പോകുന്നില്ല, വന്നിട്ടേ ഇല്ല, പോയിട്ടില്ല. പ്രത്യേകിച്ച് അക്രമം കേരളത്തിൽ നടക്കില്ല. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളെ പോലെയാണ്. ജാതിയൊന്നുമില്ല. ഈ പറഞ്ഞ കണക്ക് ഹിന്ദു, ക്രിസ്ത്യാനിയും മുസ്ലിമും ഞങ്ങളെല്ലാം കൂടി താമസിക്കുന്ന സ്ഥലമാണ് ഈ കേരളം. തിരുവനന്തപുരം പ്രത്യേകിച്ച് അങ്ങനെ ഒരിതും വരും. കണ്ടുവരുന്നത് മാറ്റം അനിവാര്യമാണ്. യുവാക്കളെ, അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന മഹത് വചനം ഇവിടെ സ്മരിക്കപ്പെടുന്നു.